രാജ്യത്തെ മുഴുവൻ സ്ത്രീകളും 30 വയസ്സ് തികയുമ്പോൾ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്ന ജപ്പാൻ നേതാവിൻ്റെ വിവാദ പ്രസ്താവനയിൽ വൻ പ്രതിഷേധം. ജപ്പാനിലെ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് നവോക്കി ഹയാകുട്ടയാണ് സോഷ്യൽ മീഡിയയിലൂടെ വിചിത്രമായ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. ജപ്പാനിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും വാർദ്ധക്യത്തിലേക്ക് എത്തിയതും രാജ്യത്ത് ജനനനിരക്ക് കുറഞ്ഞതും സമീപകാലത്ത് വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. ജനനനിരക്ക് ഉയർത്തുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് നവോക്കി ഹയാകുട്ടയുടെ ഈ വിവാദ പരാമർശം. ജനനനിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് ഇത്തരത്തിൽ ഒരു വിചിത്രമായ വാദം കൺസർവേറ്റീവ് പാർട്ടി നേതാവ് നടത്തിയത്. 18 വയസ്സായ പെൺകുട്ടികൾക്ക് സർവകലാശാല വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുമെന്നും 18 വയസ്സിന് ശേഷം വിവാഹത്തിലും കുട്ടികളെ ജനിപ്പിക്കുന്നതിലും ആയിരിക്കണം അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുമായിരുന്നു മറ്റൊരു വാദം. കൂടാതെ 25 വയസ്സിന് മുൻപായി സ്ത്രീകൾ നിർബന്ധമായും വിവാഹം കഴിക്കണമെന്നും 25 വയസ്സിന് ശേഷം സ്ത്രീകൾ വിവാഹിതരാകുന്നത് നിരോധിക്കണമെന്നും പാർട്ടി നേതാവ് അഭിപ്രായപ്പെട്ടു. കൂടാതെ 30 വയസ്സിൽ നിർബന്ധമായും സ്ത്രീകളുടെ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്നും നവോക്കി ഹയാകുട്ട കൂട്ടിച്ചേർത്തു. കർശനമായ ഇത്തരം സമയക്രമങ്ങൾ സ്ത്രീകളെ നേരത്തെ കുട്ടികളുണ്ടാക്കാനും അതിലൂടെ കുറയുന്ന ജനനനിരക്കിനെ അതിജീവിക്കാനും സഹായിക്കുമെന്നായിരുന്നു നേതാവിൻ്റെ വിചിത്രമായ വാദം. എന്നാൽ പാർട്ടി നേതാവിൻ്റെ പ്രസ്താവന വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് നിരവധി പേർ രംഗത്ത് വന്നതോടെ അദ്ദേഹം പ്രതിരോധത്തിലായി. ഒടുവിൽ അദ്ദേഹം സംഭവത്തിൽ ക്ഷമാപണം നടത്തിയിരിക്കുകയാണ്.